نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق يا رب ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരങ്ങളെ സഹോദരിമാരെ പടച്ചറബിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് മുത്തഖീങ്ങളായി മുഖ്ലിസീങ്ങളായി മുവഹിദീങ്ങളായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിൽ നിന്നും വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ ഹജ്ജിനു വേണ്ടി ആളുകൾ പുറപ്പെട്ടു എന്ന വാർത്തകൾ നമ്മൾ കേട്ടു. ഈ വാർത്തകൾ കേട്ടപ്പോൾ ചിലരെങ്കിലും കൊതിച്ചിട്ടുണ്ടാകും, എനിക്കും ഹജ്ജിന് പോകണം. ചിലർ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും, അല്ലാഹുവേ എന്നെയും ഹജ്ജ് എന്ന കർമ്മം നിർവഹിക്കാൻ എനിക്ക് നീ തൗഫീഖ് നൽകണേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയും ഒക്കെ നടത്തിയിട്ടുണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ചിലരെങ്കിലും അതൊന്നും ഇപ്പൊ ചെയ്യേണ്ടതല്ല, കുറച്ചുകൂടെ കഴിഞ്ഞോട്ടെ, ഒന്ന് പ്രായമൊക്കെ ആയിക്കോട്ടെ, ചെറുപ്പത്തിലൊന്നും ഇതൊന്നും നിർവഹിക്കേണ്ട ആവശ്യമില്ല എന്ന്
കരുതി ജീവിക്കുന്ന ആളുകളൊക്കെയുണ്ട്. അവരൊക്കെ പറയുന്ന ന്യായം എന്താണ്? ഇപ്പൊ തന്നെ ഹജ്ജിനൊക്കെ പോയി കഴിഞ്ഞ് ബാക്കിയൊക്കെ തെറ്റൊക്കെ പിന്നെ എപ്പോ പൊറപ്പിക്കപ്പെടുന്നതാണ്. അഥവാ ഇനിയും ഞാൻ തെറ്റ് ചെയ്യും, അപ്പൊ അവസാന ഹജ്ജ് അങ്ങോട്ട് ചെയ്ത് അതൊക്കെ ഒരു തീരുമാനമാകുമല്ലോ എന്നുള്ളൊരു തെറ്റായ ധാരണ. എന്റെ അവസാനം വയസ്സാം കാലത്താണെന്ന് എന്നോട് ആരാ പറഞ്ഞേ? എന്നോട് ആരാ പറഞ്ഞേ? 60, 70, 80 വയസ്സൊക്കെ ജീവിക്കുമെന്ന് ആരാ നമുക്ക് ഗ്യാരണ്ടി തന്നെ? അതുകൊണ്ട് നമ്മളോട് ചോദ്യം ചെയ്യപ്പോൾ ഒരു ഹജ്ജിനുള്ള പണം നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് ആ വർഷം നമ്മൾ ഹജ്ജിന് പോകാതെ ബാക്കി മറ്റു പല ദുനിയവിയായ കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഹജ്ജിന് പോയിട്ടില്ല എങ്കിൽ റബ്ബിന്റെ അടുക്കൽ എന്തു പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടുമെന്നതൊരു ചിന്തയാണ്. മക്കളെ കല്യാണം കഴിക്കാനുണ്ട് എന്നത് ഹജ്ജ് ചെയ്യാതിരിക്കാൻ ഒരു കാരണമല്ല. വീട് വെക്കാനുണ്ട് എന്നത് ഹജ്ജ് ചെയ്യാൻ ഇരിക്കാനുള്ള കാരണമല്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ചെയ്യാം അല്ലെ, എനിക്കുള്ള പൈസ ആയിട്ടുണ്ട്, പക്ഷെ ഭാര്യക്ക് ഹജ്ജ് ചെയ്യാനുള്ള പൈസ ആയിട്ടില്ല. നിനക്കുള്ള പൈസ ആയിട്ടുണ്ടെങ്കിൽ നീ പോകൽ നിർബന്ധമായി. ഭാര്യന്റെ കാര്യം അവളല്ലേ പറയാ. നിന്റെ വ്യക്തിപരമായ നിന്റെ ഹജ്ജിന്റെ ശാരീരികവും സാമ്പത്തികവുമായി നിനക്ക് കഴിവുണ്ടായിട്ട് നീ പോകാതിരുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ എന്തു മറുപടി നമ്മൾ പറയും? എന്തു മറുപടി നമ്മൾ പറയും? ആലോചിക്കണം. ശരഈയായി മതപരമായി ഉദറുള്ളവർക്ക് അത് പറഞ്ഞ് രക്ഷപ്പെടാം. നമ്മൾ എന്തു പറഞ്ഞ് രക്ഷപ്പെടും? നോക്കി, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് അല്ലാഹ് കൽപ്പിക്കലേ ഹജ്ജിനെ കൊണ്ട് ജനങ്ങളോട് കൽപ്പിക്കണം, അവരോട് എന്ത് ചെയ്യണം? അവരോട് ആഹ്വാനം ചെയ്യണം, വിളംബരം ചെയ്യണം. എല്ലാ ഇടവഴികളിലൂടെയും അവര് ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഈ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് കടന്നു വരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഈ ആയത്തിന്റെ തഫ്സീറുകളിൽ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് വിളംബരം ചെയ്യാൻ പറഞ്ഞപ്പോ ഇബ്രാഹിം നബി ചോദിച്ച ചോദ്യം എന്താണെന്ന് അറിയാം? അല്ലാഹ്, ഞാൻ വിളിച്ചാൽ ആര് കേൾക്കാനാണ്? ഈ മക്കയിൽ നിന്ന്, ഈ മരുഭൂമിയിൽ നിന്ന്, ഇവിടെ നിന്ന് ഞാൻ വിളിച്ചാൽ ആര് കേൾക്കാനാണ് അല്ലാഹ് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുമ്പോൾ ഇബ്രാഹിം നബിയോട് അല്ലാഹ് പറയുന്നുണ്ട്, താങ്കൾ വിളംബരം ചെയ്യുക, അവർക്കൊക്കെ ഞാൻ എത്തിച്ചു കൊടുത്തുകൊള്ളാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കേച്ചേരിയിൽ ഈ ഇടവഴികളിൽ പോലും ഹജ്ജിനു വേണ്ടി പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങി തയ്യാറെടുത്തിട്ടുള്ള ആളുകളെ നമ്മൾ കാണുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ച ആ വിളിയുണ്ടല്ലോ, ആ പ്രഖ്യാപനമുണ്ടല്ലോ, അതിന്റെ അലയൊലികൾ തന്നെയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ ഇസ്ലാം കൃത്യമായി വിഭാവനം ചെയ്ത് പഠിപ്പിച്ച് കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹജ്ജിന് എന്തായാലും ഈ പ്രാവശ്യം നടക്കൂല, അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യണം? നമ്മളൊക്കെ കൃത്യമായി, അതിന് പ്രായം വിഷയമല്ല, യുവാക്കളൊക്കെയാണ് ഹജ്ജിന് പോകേണ്ടത്. ഉംറക്കൊക്കെ പോയി ആ സൊഫേ മർവയുടെ ഒക്കെ ഇടയിൽ സഅയൊക്കെ ചെയ്ത് ഒരു ഉംറ കഴിഞ്ഞ് റൂമിലെത്തുമ്പോ കാലിങ്ങനെ മുകളിൽ വെച്ച് ഇങ്ങനെ തിരുമിയിട്ട് പറയാ, ഇനിയിപ്പോ ഹജ്ജൊന്നും വൈകിക്കണ്ട, നേരത്തെ തന്നെ ചെയ്യണം. ചെറുപ്പക്കാരെ പറയണേ, അത്ര നടന്നു വരുമ്പോഴേക്കും അവരെ കൊണ്ട് പറ്റണില്ല. എന്നിട്ട് പ്രായമാവട്ടെ എന്ന് വിചാരിച്ച് ആരെങ്കിലും ഒക്കെ ഒന്ന് സഹായിച്ച് അവരെയൊക്കെ സഹായം കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഹജ്ജ് ഉംറയൊക്കെ ചെയ്യാം എന്ന് വിചാരിക്കുന്ന ഒരു രംഗം നമുക്ക് പാടില്ല അല്ലെ. പല പ്രായമായി റൂമുകളിൽ ഇരുന്ന് എന്നൊരു വക്തിന് ആരെങ്കിലും കൊണ്ടുവരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വിചാരിച്ചിരുത്ത് എത്ര ഉമ്മമാരുണ്ടെന്നറിയോ? ഹജ്ജിന് ഉംറക്കൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോ എല്ലാ വക്തിനും ഒന്നും പള്ളിയിലേക്ക് പോകാൻ പറ്റുന്നില്ല, കാരണം ദൂരാണ്. ഒപ്പം നടക്കണവർക്ക് തന്നെ നടക്കാൻ പറ്റുന്നില്ല, പിന്നെ ഇവരെയും കൂടി വീൽ ചെയറിൽ എങ്ങനെ കൊണ്ടുപോകാം? സഹോദരങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ളൊരു ശാരീരിക അവസ്ഥയിലേക്ക് എത്തിയിട്ട് തീരുമാനിക്കേണ്ടതല്ല ഹജ്ജും ഉംറയും എന്നൊക്കെയുള്ളത്. അതുകൊണ്ടൊരു തീരുമാനം എടുക്കണം. എനിക്ക് സന്തോഷം ഉണ്ടായെന്ന് വെച്ചാൽ, ഞാൻ ആലപ്പുഴ ഒരു ഖുത്ബ പറഞ്ഞപ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഖുത്ബയാണ് പറഞ്ഞത്. അപ്പൊ പ്രായമായ വിവാഹം ചെയ്യാൻ അടുത്തു നിൽക്കുന്ന മോൾക്കു വേണ്ടി ഒരുക്കി വെച്ച പണം അവരുടെ കയ്യിലുണ്ട്. എന്നാൽ പോലും അവര് എങ്ങനെ ഖുത്ബ കഴിഞ്ഞു, അന്നത്തെ ഹജ്ജിന്റെ ഒരുക്കങ്ങളിൽ അതിന്റെ ക്ലാസുകളിൽ അവരിങ്ങനെ കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തു പറ്റി? ഇവിടെ വെറുതെ വന്നാണോ? അല്ല, ഹജ്ജിന് പോകണ്ടെന്നോ? ഹജ്ജിന് പോകണ്ട. നേരത്തെ അറിഞ്ഞില്ലല്ലോ. അപ്പൊ അവര് പറഞ്ഞത്, ആ ഹജ്ജിന് പോകണമെന്നത് പൈസ ഉണ്ടായിരുന്നു, പക്ഷേ മകളുടെ കല്യാണം 2 വർഷം കഴിഞ്ഞിട്ട് ഏകദേശം ആകും. അപ്പോ അതിനുവേണ്ടി ഒരുക്കി വെച്ച പൈസയായിരുന്നു. പക്ഷേ ആ ഹജ്ജ് എന്നുള്ളത്, ആ ഒരുക്കി വെച്ച പൈസ ഉണ്ടെങ്കിൽ അത് ഉറപ്പാണ്, നിർബന്ധമായല്ലോ ഞങ്ങളുടെ മേൽ. അത് ബോധ്യപ്പെട്ടപ്പോൾ പിന്നെ മകളുടെ കല്യാണം ആലോചിച്ചില്ല, ഹജ്ജിന് ഞങ്ങൾ പുറപ്പെട്ടു എന്നാണ്. അതാണ് ഈമാൻ എന്ന് പറയുന്നത്, അതാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ പിന്നെ നീട്ടിവെക്കേണ്ടതല്ല. നമ്മളെന്താ പറയാ, ചിലരൊരു പൈസ ഒന്നും കയ്യിലില്ല, 2 ഏക്കർ സ്ഥലം കിടക്കുന്നുണ്ട്, വിറ്റാ നല്ല കാശ് കിട്ടും, ഹൈവേയുടെ ഓരത്താണ്, അതെങ്ങനെ വിൽക്കണം, പിള്ളേർക്ക് കൊടുക്കണ്ടേ, നിന്റെ നിർബന്ധമായ ബാധ്യത നീ നിറവേറ്റാതെ നീ കുട്ടികൾക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചേക്കണം. നിന്റെ നിർബന്ധ ബാധ്യത ആര് വീട്ടും ആലോചിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ രംഗം നമ്മൾ കൃത്യമായി പരിശ്രമിക്കണം, ശ്രദ്ധിക്കണം. അതിലൊരു ശ്രദ്ധ ഉണ്ടായിരിക്കും. എനിക്കും ഹജ്ജിന് പോകണമെന്നൊരു നിയ്യത്തും ശ്രദ്ധയും നമുക്കുണ്ടാകണം. എന്താ ഒരു ഹജ്ജ് ചെയ്താലുള്ള പ്രതിഫലം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹജ്ജ ഹാദൽ ബൈത്ത്, ഈ ബൈത്തിൽ വന്നുകൊണ്ട്, ഈ ഭവനത്തിൽ വന്നുകൊണ്ട് ആരെങ്കിലും ഹജ്ജ് ചെയ്താൽ ഫലം യർഫുസ്, എങ്ങനെ ഒരു നിലക്കുമുള്ള ഒരു തിന്മയുമില്ലാതെ, മ്ലേച്ഛതയുമില്ലാതെ, അനാവശ്യവുമില്ലാതെ, വലം യഫ്സുഖ്, ഒരു നിലക്കും ഒരു തെമ്മാടി പ്രവർത്തനങ്ങളുമില്ലാതെ ഒരുത്തൻ ഹജ്ജ് ചെയ്യുന്നുവെങ്കിൽ, കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാത്ത ഒരുത്തൻ ഹജ്ജ് ചെയ്യുന്നുവെങ്കിൽ റജഅ, അവൻ മടങ്ങും. എങ്ങനെ? കമാ വലത്തുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ചപ്പോൾ, അല്ലെ, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് കരയാൻ മാത്രം അറിഞ്ഞ് മോണ കാട്ടി കരഞ്ഞു വന്ന ആ സമയത്ത് ഹൃദയത്തിന്റെ ശുദ്ധിയുണ്ടല്ലോ, പാപങ്ങളില്ലാത്ത ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അതുപോലെ ഒരു ഹജ്ജ് കൊണ്ടൊരു മനുഷ്യന് അല്ല പറഞ്ഞതുപോലെ കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ അതിന്റെ പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. എന്തായിരുന്നാലും ഈ പ്രാവശ്യം ഹജ്ജിന് പോകാൻ നമ്മളെ കൊണ്ട് പറ്റൂല എങ്കിൽ ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ചില കർമ്മങ്ങളെ ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ചില കർമ്മങ്ങൾ, ആ കർമ്മങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിച്ച് അതുപോലെ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? നിർബന്ധ നമസ്കാരത്തിന് പള്ളിയിൽ പോവുക എന്നതാണ്. നിർബന്ധ നമസ്കാരത്തിന് പള്ളിയിൽ പോവുക എന്നതാണ്. പലപ്പോഴും പല കാരണങ്ങളാണ് നമ്മൾ നമ്മുടെ നിസ്കാരങ്ങളെ ഒഴിവാക്കാൻ പറയാറുള്ളത്. പല കാരണങ്ങൾ, അല്ലെ, പല തിരക്കുകളാണ് നമ്മൾ അവതരിപ്പിക്കാറുള്ളത്. നമ്മുടെ വീടുകളിൽ നമ്മൾ ഉണ്ടായിട്ട് പോലും പലപ്പോഴും പള്ളികളിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നത് വലിയ പ്രയാസകരമാണ്. സഹോദരങ്ങളെ, ആരോട് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടത്, അല്ലെ? നമ്മുടെ റബ്ബ് നമ്മളോട് ഇതൊക്കെ കൃത്യമായി കാണുന്ന റബ്ബ് നമ്മളോട് ചോദിച്ചാൽ എന്തു മറുപടിയാണ് നമ്മൾ പറയുക? വെള്ളിയാഴ്ച ജുമുഅക്കൊക്കെ വന്ന ഖുതുബയൊക്കെ കേട്ട് നല്ല, അല്ലെ, ആവേശത്തിലൊക്കെ വീട്ടിൽ ചെന്ന് നല്ല ചോറും കഴിച്ച് പിന്നെ അന്നത്തെ അസറില്ല, അല്ലെ, കടന്നുറങ്ങണം. അന്നത്തെ അസറില്ല, അല്ലെ, 3:25 ബാങ്ക് കൊടുക്കുമ്പോ എഴുന്നേക്കാൻ പറ്റണില്ല. അത്ര ഈമാനിന്റെ ആരോഗ്യപരമായ, അല്ലെ, കുറവാണ് നമ്മളിൽ ഉള്ളത് എന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. എന്ത് പറ്റി എന്നത് നമ്മൾ ആലോചിക്കണം. നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു കണിശത, ജമാഅത്ത് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു കണിശത ഉണ്ടായി കഴിഞ്ഞാൽ അത് ഹജ്ജ് നിർവഹിക്കുന്നതിന്റെ കൂലിയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആരെങ്കിലും നിർബന്ധ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് നടന്നു പോയാൽ അവന് ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. ഐച്ഛിക നമസ്കാരത്തിന് നടന്നു പോയാൽ അവന് ഉംറ നിർവഹിച്ച പ്രതിഫലവുമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അൻ അബി ഉമാമ റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ഖറജ, ആരെങ്കിലും പുറപ്പെട്ടാൽ, മിൻ ബൈത്തിഹി, അവന്റെ വീട്ടിൽ നിന്ന്, മുത്തത്വഹിറൻ, അങ്ങനെ പൂർണ്ണമായി വുളുവെടുത്തുകൊണ്ട്, ഇലാ സ്വലാത്തിൻ മക്തൂബത്തിൻ, നിർബന്ധമായ നിസ്കാരത്തിലേക്ക് ഒരാൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഫഅജ്റുഹു കഅജ്രിൽ ഹാജിൽ മുഹ്രിം, അവന്റെ പ്രതിഫലം ആ ഒരു മുഹറം, ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജ് ചെയ്തവന്റെ കൂലിയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, എന്ത് ചെയ്യണം? അല്ല, വീട്ടിൽ നിന്ന് ഒളുവെടുക്കണം. എന്നിട്ടോ പറ്റുന്നവരൊക്കെ നടന്ന് പള്ളിയിലേക്ക് കടന്നു വരണം. എങ്കിലോ അവന് മുഹരിമായി ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജ് ചെയ്തവന്റെ കൂലിയാണ്. വമൻ ഖറജ ഇലാ തസ്ബീഹിൽ ളുഹാ ലാ യൻസിബുഹു ഇല്ലാ ഇയ്യാഹു ഫഅജ്റുഹു കഅജ്രിൽ മുഅ്തമിർ, ആരെങ്കിലും ളുഹാ നിസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് ഉംറ ചെയ്ത കൂലിയുണ്ട്. നിങ്ങൾ ആലോചിക്കേ, ഒരു ദിവസം ഉച്ചക്ക് ഞങ്ങളുടെ നാട്ടിലൊരു പള്ളിയിൽ ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ ഒരു 11 മണിയായപ്പോൾ വേറൊരു കാര്യത്തിന് വേണ്ടി ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയപ്പോൾ ഒരു പ്രായമുള്ള വടി കുത്തിപ്പിടിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ വരും. അപ്പൊ അദ്ദേഹം ആ സമയത്ത് അവിടെ വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു, എന്താ ഈ സമയത്ത് ഇവിടെ? അയാൾ വേദനയോടെ പറയണ, അയാള് ഇപ്പൊ സുബഹിക്ക് പള്ളിയിൽ വിടൂല, മഗ്‌രിബിന് പള്ളിയിൽ വിടൂല, അസ്റിന് പള്ളിയിൽ വിടൂല, ഇശാക്ക് പള്ളിയിൽ വിടൂല, ആകെ എനിക്ക് പള്ളി പോകാനുള്ള മക്കളുടെ അനുവാദം ളുഹറിന് മാത്രം.
മക്കളങ്ങനെ പറയണതിനൊരു ന്യായമുണ്ട്. എന്താ വെച്ചാല് ആള് എവിടെയും വീഴും, ബോധം കെട്ട് വീഴാൻ സാധ്യതയുണ്ട്. തല കറങ്ങണ കൊണ്ട് അങ്ങനെ റോട്ടിലൊക്കെ പലപ്പോഴും വീണ് ഇവിടെയൊക്കെ വീങ്ങിയെ 2-3 പ്രാവശ്യമൊക്കെ എന്ത് ചെയ്തു, ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് മക്കൾ പറഞ്ഞു, അപ്പ നിങ്ങൾ ഞാൻ ഒറ്റക്കൊന്നും പോകണ്ട, ഞങ്ങളെ കാലിലൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ദുഹറിന് പോകാം, എല്ലാവരും അല്ലെ ഇങ്ങനെ റെഡിയായി നിൽക്കുന്ന സമയമായിരിക്കുമല്ലോ, അപ്പൊ അപ്പക്ക് പോകാം, അല്ലാത്ത സമയത്ത് പോകാൻ പാടില്ല. സുബഹിക്കൊക്കെ മക്കള് പള്ളിയിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, വീട് പൂട്ടിയിട്ടാ പോണേ, വാപ്പ എങ്ങനെ ഇറങ്ങി പോന്നാലോ എന്ന് വിചാരിച്ചിട്ട് അല്ലെ. മഗ്‌രിബിന് ഇശാഇനൊക്കെ വീട്ടിലെ പെണ്ണുങ്ങളോട് പറയുന്നത്, ആ വീടിന്റെ താക്കോൽ എടുത്ത് വെച്ചോ, അപ്പൊ പുറത്തിറങ്ങി പള്ളിയിലേക്ക് പോയി കളയുന്നു. കടയിൽ പോകുന്നല്ല, ചായ കുടിക്കാൻ പോകുന്നല്ലോ, അപ്പൊ പള്ളി പോകും. നിങ്ങൾ ആലോചിച്ച് കേൾക്കൂ, 11 മണിക്ക് വരാ ചോദിച്ചു, ഈ സമയത്ത് ദുഹറായിട്ടില്ലല്ലോ, ഞാൻ ലുഹാ നിസ്കരിക്കാൻ വേണ്ടി വന്നതാ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം മരണപ്പെട്ടു. നിങ്ങൾ ആലോചിച്ചു അല്ലെ, ലുഹാ നിസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഒളുവെടുത്ത് വടിയും കുത്തിപ്പിടിച്ച് പള്ളിയിലേക്ക് വരുന്ന ഒരു മനുഷ്യൻ. സ്വഹാബത്തിന്റെ ചരിത്രമൊന്നുമല്ല ഞാൻ പറഞ്ഞേ, നമ്മുടെ നാട്ടിലൊരു കാക്കന്റെ, നമ്മുടെ നാട്ടിലെ സാദാ സീത മനുഷ്യന്റെ കാര്യം പറഞ്ഞേ. നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കണ്ടേ, നമ്മൾ ചിന്തിക്കണ്ടേ. നമ്മളും പ്രതീക്ഷിക്കുന്ന സ്വർഗ്ഗല്ലേ. ഞാൻ പറഞ്ഞത്, ലുഹാ നിസ്കരിക്കാൻ വേണ്ടി ഒരാൾ പള്ളിയിലേക്ക് വന്നത് ചെയ്യും, അയാൾക്ക് ഉംറയുടെ കൂലി കിട്ടും. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. ഒരാൾ നിർബന്ധ നിസ്കാരത്തിന് വീട്ടിൽ നിന്ന് ഒളുവെടുത്ത് പള്ളിയിലേക്ക് നടന്നെടുത്താൽ അയാൾക്ക് എന്ത് ചെയ്യും, ഹജ്ജ് അല്ലെ മുഹരിമായി ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്ത കൂലിയുണ്ട് എന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ കൂലി എന്താണെന്നറിയോ? രണ്ടാമത്തെ കർമ്മം എന്താണെന്നറിയോ? സുബഹി നമസ്കരിച്ച് സൂര്യോദയം വരെ പള്ളിയിൽ ഇരിക്കുന്നവനുള്ള പ്രതിഫലമാണ്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലൽ ഗദാത ഫി ജമാഅത്തിൻ, ആരെങ്കിലും സുബഹി നിസ്കാരം ജമാഅത്തായി നിർവഹിക്കുകയും സുമ്മ ഖഅദ, പിന്നെ അവിടെ ഇരുന്ന് യദ്കുറുല്ലാഹ്, അല്ലാഹുവിനെ ദിക്റെടുക്കുകയും ചെയ്താൽ ഹത്താ തത്ലു അശ്ശംസ്, ഇതുവരെ സൂര്യൻ ഉദിക്കുന്നതുവരെ അവിടെ ഇരുന്ന് ദിക്റും ദുആകളും ഖുർആൻ പാരായണങ്ങളും ഒക്കെയായി പള്ളിയിൽ ഒരാൾ ഇരുന്നാൽ, സുമ്മ പിന്നീടോ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞൊരു 15 മിനിറ്റ് കഴിഞ്ഞ് സുമ്മ സ്വല്ലാ റക്അത്തൈനി, 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്താലോ, കാനത്ത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറ, അവന് ഹജ്ജിന്റെയും ഉംറയുടെയും കൂലിയുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താമത്തിൻ താമ്മ, പൂർണ്ണമായ പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു. മൂന്നാമത്തെ കാര്യം എന്താണ്? പള്ളിയിൽ എന്ത് ചെയ്യുക? നമ്മുടെ ഖുർആൻ ക്ലാസ് ഒക്കെ പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ വെക്കുമ്പോൾ അതിലൊക്കെ നമ്മൾ വരുമ്പോൾ എന്താണ് ഗുണം? പള്ളിയിൽ വെച്ച് നന്മ പഠിപ്പിക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് പ്രത്യേകമായ എന്തുണ്ട്, ഈ ഒരു ഹജ്ജും ഉംറയും ചെയ്ത കൂലി ഉണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മൻ ഗദ, ആരെങ്കിലും രാവിലെ എന്ത് ചെയ്തു, പള്ളിയിലേക്ക് പോന്നു, ഇലൽ മസ്ജിദി ലാ യുരീദു ഇല്ലാ അയ്യതഅല്ലമ ഖൈറാ ഔ യഅലമഹു, അവൻ എന്തിനു വേണ്ടിയല്ലാതെ പുറപ്പെട്ടിട്ടില്ല, ഒരു നന്മ പഠിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയോ ചെയ്യുവാൻ വേണ്ടിയല്ലാതെ പുറപ്പെട്ടിട്ടില്ല, എങ്കിലോ കാന ലഹു കഅജ്രി ഹജ്ജിൻ താമ ഹജ്ജതുഹു, അവൻ പൂർണ്ണമായൊരു ഹജ്ജ് നിർവഹിച്ച പ്രതിഫലം അവനുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അല്ലേ, ഒരു നിസ്കാരത്തിന് സുബഹിക്ക് വന്നാൽ തന്നെ 3 ഹജ്ജിന്റെ കൂലി പറഞ്ഞു. ഒരാൾ സുബഹി ജമാഅത്തിന് കൃത്യമായി പങ്കെടുത്താൽ തന്നെ എന്ത് ചെയ്തു, 3 ഹജ്ജിന്റെ കൂലി കിട്ടും. നാലാമത്തേതോ സുബഹി തന്നെ നോക്കിയേ, നമസ്കാര ശേഷം ദിക്ർ ചൊല്ലുക. നമസ്കാര ശേഷം എല്ലാ ദിക്റുകളുമല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് സ്വഹാബത്ത് വന്നുകൊണ്ട് പരാതി പറഞ്ഞു. എന്താണ് പരാതി? ജഅൽ ഫുഖറാഉ ഇലൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, ചില ഫഖീറുകൾ അല്ലേ, ദരിദ്രരായിട്ടുള്ള സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് പരാതി പറഞ്ഞു. ഫഖാലു, അവർ പറഞ്ഞു, ദഅബ അഹ്ലു ദുസൂർ മിനൽ അംബാലി ബിദ്ദറജാത്തിൽ ഉലാ, ഈ പണക്കാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വലിയ വലിയ നന്മകളൊക്കെ അവർ ചെയ്തു പോകുന്നുണ്ട്. വന്നഈമിൽ മുഖീം യുസല്ലൂന കമാ നുസല്ലി, ഞങ്ങൾ നിസ്കരിക്കണ പോലെ അവർ നിസ്കരിക്കുന്നുണ്ട്. വയസൂമൂന കമാ നസൂമു, ഞങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ അവരും നോമ്പെടുക്കുന്നുണ്ട്. വലഹും ഫളലും മിൻ അംബാലി യഹജ്ജൂന ബിഹാ വയഅ്തമിറൂന വയുജാഹിദൂന വയതസദ്ദഖൂന, എന്നാൽ അവർക്ക് പൈസ ഉള്ളത് കൊണ്ട് അവർ ഹജ്ജ് ചെയ്യുന്നുണ്ട്, ഉംറ ചെയ്യുന്നുണ്ട്, ജിഹാദിന് വേണ്ടി പണം കൊടുക്കുന്നുണ്ട്, അവർ സ്വതക്ക കൊടുക്കുന്നുണ്ട്.
ഞങ്ങൾക്കതൊന്നും പറ്റണില്ല. പരാതിയാ. ആരുടെ അടുക്കൽ? അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ പരാതി പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാം, ഇത് നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും അവരെ പോലെ നിങ്ങൾക്കും പ്രതിഫലങ്ങൾ ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, തുസബ്ബിഹൂന വതഹ്മദൂന വതുകബ്ബിറൂന ഖൽഫ കുല്ലി സ്വലാത്തി 33 എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും എന്ത് ചെയ്യുക? 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന ദിക്ർ നിങ്ങൾ ചൊല്ലുക. എങ്കിലോ ആ ഹജ്ജ് ചെയ്ത കൂലിയുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. വലിയ പ്രധാനമുള്ളതാണ് ദിക്റുകൾ. എഴുന്നേറ്റ് വേഗം പായലല്ല, തിരക്കുകളുണ്ടാകും. 5 മിനിറ്റ് നിസ്കാരം കഴിഞ്ഞ് നാം ആ ദിക്റുകളൊക്കെ ചൊല്ലാൻ കൊടുത്താൽ ആ സമയങ്ങളൊന്നും നമുക്ക് നഷ്ടാകില്ല. മറ്റു സമയങ്ങൾ നമുക്ക് വീണ്ടും കിട്ടുകയും ചെയ്യും. സഹോദരങ്ങളെ, യാതൊരു സംശയവുമില്ല. ആ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ഇന്നലെ ശൈഖ് റുഹൈലി റഹിമഹുല്ലാഹ് ഹഫിദഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ്സിൽ ചില ഭാഗങ്ങൾ ഇങ്ങനെ കേട്ടപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞ വാചകം? എന്താണ്? ബർക്കത്ത് വർദ്ധിക്കാനുള്ള കാരണങ്ങൾ അദ്ദേഹം പഠിപ്പിച്ചുള്ളത് പറയാം. ഖുർആൻ ധാരാളമായി കൊണ്ട് പാരായണം ചെയ്യുക, പരിശുദ്ധ ഖുർആൻ ധാരാളമായി കൊണ്ട് പാരായണം ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? മാതാപിതാക്കളെ നന്നായി നോക്കുക. മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് എടുക്കാൻ സമയം കൊടുക്കുക, സമയം കണ്ടെത്താം. അല്ലെ, ഒരു സമയമില്ല എന്ന് പറയരുത്. അവരെ വിളിക്കുക, അവരടുത്ത് പോയിരിക്കുക, അവരുമായി സമയം ചെലവഴിക്കുക. അതിനുവേണ്ടി പരമാവധി സമയം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. 5ാമത്തെ കാര്യം എന്തെന്നറിയോ? ഒരു ഹജ്ജ് ചെയ്യാൻ പുറപ്പെടുന്ന ഒരാൾക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യാം. ഒരാൾക്ക് ഹജ്ജ് ചെയ്യാൻ പൂതിയൊക്കെ ഉണ്ട്, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, നമ്മളാണെങ്കിൽ ഹജ്ജൊക്കെ ചെയ്ത് നമ്മുടെ നിർബന്ധ ബാധ്യത കഴിഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യാം? അയാൾക്ക് വേണമെങ്കിൽ നിങ്ങളെ ഹജ്ജ് ചെയ്തു, ഞാൻ നിങ്ങൾക്ക് എന്താന്ന് വെച്ച് തരാം, അയാളെ ഹജ്ജിന് പറഞ്ഞേക്കാം. അയാൾക്ക് വേണ്ടി എന്ത് ചെയ്യാം? ആ പൈസ പണം മുടക്കാം. അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി എന്ത് ചെയ്യാം? ആ വിഷയത്തിൽ ഇടപെടാം. അങ്ങനെയാണെങ്കിലോ അയാൾ ഹജ്ജ് ചെയ്യുമ്പോൾ അതിന്റെ കൂലി ആർക്ക് കിട്ടും? അയാൾക്കും കിട്ടും, ഈ കൊടുത്ത് പറഞ്ഞയച്ച ആൾക്കും കിട്ടും. മൻ ജഹസ ഗാസിയൻ ഔ ഫത്തറ സ്വൈമൻ ഔ ജഹസ ഹാജൻ. ആരെങ്കിലും ഒരു യോദ്ധാവിനെയോ ഒരു ഹാജിയെയോ അതുപോലെ തന്നെ ആരെങ്കിലും ഒരു നോമ്പുകാരന് നോമ്പ് തുറപ്പിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കാന ലഹു മിസ്ലു അജ്രിഹി മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി ശൈആ. അവര് ചെയ്ത പ്രവർത്തനത്തിന്റെ അതേ പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചെയ്തിട്ടില്ല, പക്ഷെ അവരാ ചെയ്തേ. അവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ നാം ചെയ്തു കൊടുത്താൽ നമുക്കതിന്റെ പ്രതിഫലമുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകാതെ ഇരിക്കുക. 6ാമത്തെ കാര്യം എന്താണെന്നറിയോ? റമളാനിൽ ഉംറ നിർവഹിക്കാൻ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഉംറത്തു ഫി റമളാൻ, റമളാനിലെ ഉംറ എന്ന് പറഞ്ഞാൽ തഅദിലു ഹജ്ജ, അത് ഹജ്ജിന് തുല്യമാണ്. ആരുടെ ഒപ്പം? ഹജ്ജ് ചെയ്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് ചെയ്തതിന് തുല്യമാണ് എന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളെ ഒക്കെ കൃത്യമായി നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ഈ 6 കാര്യങ്ങളെ പരമാവധി എന്തൊക്കെ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുമോ ആ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, ആദ്യ ഖുതുബയിൽ നമ്മൾ പറഞ്ഞത് ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഹജ്ജ് നാം ഓരോരുത്തരും നമ്മുടെ കയ്യിൽ സാമ്പത്തികമായി ശേഷിയുണ്ടെങ്കിൽ നിർവഹിക്കണം, അതിൽ യാതൊരു സംശയവുമില്ല. അത് നീട്ടിക്കൊണ്ടുപോകേണ്ടതല്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് സ്വർണ്ണമൊക്കെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ സുഖമാണ് അല്ലെ, 5-6 പവനൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? സുഖമായിട്ട് ഒരാൾക്ക് ഹജ്ജ് ചെയ്യാം. അപ്പൊ അതൊക്കെ ഇങ്ങനെ വെച്ച് ലോക്കറിൽ വെച്ച് അതൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ച് എന്നിട്ട് ഞങ്ങളിൽ പൈസ ഇല്ലേ എന്ന് പറഞ്ഞ് ഇരുന്നിട്ടൊന്നും കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിടൂല.
അള്ള വിടൂല. മരിച്ചു കഴിയുമ്പോ പിന്നെ ഈ പൈസ ഒന്നും നമുക്ക് ഉപകാരപ്പെടൂല. നമ്മൾ അനന്തര സ്വത്തുക്കൾ മറ്റുള്ളവർ വീതം ചെയ്യും. അതുകൊണ്ട് നമ്മുടെ പരലോകത്തെ എത്രയും പെട്ടെന്ന് സുരക്ഷിതമാക്കാൻ പറ്റുമോ ആ മേഖലയിൽ നാം ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ കൃത്യമായി, നിർബന്ധ ബാധ്യതകളൊക്കെ നാം നിർവഹിച്ചു മുന്നേറണം എന്നതാണ് ആദ്യ ഖുത്ബയുടെ സാരം. അതിന് പറ്റാത്ത ആളുകൾക്ക് ഹജ്ജ് ചെയ്ത കൂലി കിട്ടുന്ന ചില കർമ്മങ്ങൾ പറഞ്ഞു. അത് ഹജ്ജിന് പകരമാകൂല. ഞാൻ ഇപ്പൊ കുറെ ഹജ്ജ് ഒരു ദിവസം തന്നെ ചെയ്യണുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതിന്റെ കൂലി കിട്ടും എന്ന് പറഞ്ഞു. കൂലി കിട്ടും. എന്നാലോ ആ ഹജ്ജ് അത് വേറെ തന്നെ നിർവഹിക്കണം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. പാമ്പും അതല്ലെങ്കിൽ തേളും വിവിധങ്ങളായ ജീവികളെ കുറിച്ചുള്ള ചർച്ചയാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ കാണുന്നത്, അല്ലെ? പലരും ഈ സമയത്ത് തന്നെ ചൂഷണങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കേട്ട ഒരു വീഡിയോയിൽ എന്താണ്, പാമ്പ് ശല്യം ഒഴിവാക്കാൻ വേണ്ടി റിഫായി ഷേഖിന്റെ പേരിൽ ഒരു കോഴിനെ അർത്ഥം മതി എന്നിട്ട് പറഞ്ഞ ആള് പറയാ, എന്റെ വീട്ടിൽ രണ്ടുമൂന്ന് പാമ്പ് ഇങ്ങനെ വഴിയിലൂടെ ഇങ്ങനെ പോയപ്പോ ആ പാമ്പ് ഇങ്ങനെ പോയപ്പോ ഞാൻ വിചാരിച്ചത് പോയിക്കോട്ടെ എന്ന്. ഞാൻ ഭാര്യയോട് പറഞ്ഞത് പോയിക്കോട്ടെ, ഒന്നും ചെയ്യണ്ട. ഭാര്യ പറഞ്ഞു പിള്ളേരൊക്കെ ഉള്ളതാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോഴാണ് ഞാൻ പറഞ്ഞു കൊടുത്തു, അത്ര എന്ത് കാരണന്മാരായിട്ട് ചെയ്യണല്ലേ റിഫായി ഷേഖിന്റെ പേരിൽ എന്ത് ചെയ്യാം, ഒരു കോഴിനെ അർത്ഥ പാമ്പ് പോകുന്ന എനിക്ക് അറിയില്ല, നമുക്കൊരു അർത്ഥളയാം. അത് ഞാൻ അങ്ങനെ അർത്തു, എന്ത് ചെയ്തു, പാമ്പൊക്കെ അങ്ങോട്ട് പോയി എന്നാണ് മുപ്പര് വാഗ മുപ്പര് പറയാം. മുപ്പരുടെ ഒരു സത്യസാക്ഷ്യം. നിങ്ങൾ ആലോചിച്ചു, ഇങ്ങനെയാണോ ദീൻ പഠിക്കേണ്ടത്? മുപ്പര് അർത്ഥതും മുപ്പര് ചെയ്തതും ആണോ ദീൻ? അല്ല. പിന്നെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അടുത്ത് വന്ന് സ്വഹാബി, അല്ലെ, ഒരു സ്വഹാബി പ്രവാചകർ, ഇന്നലെ രാത്രി എന്നെ തേള് കടിച്ചു. പ്രവാചകരെ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ വാചകം ചൊല്ലിയിരുന്നെങ്കിൽ നിനക്ക് ഒന്നും ബാധിക്കുമായിരുന്നില്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞു, അഊദു ബികലിമാത്തില്ലാഹി തഅമ്മത്തി മിൻ ശർരി മാ ഖലഖ. അല്ലേ, അത് നീ 3 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും നീ പ്രാർത്ഥിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ കാണാം, രാവിലെയും വൈകുന്നേരം എന്ത് ചെയ്യുക, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. ഈ ദുആ ആരെങ്കിലും രാവിലെ 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു, വൈകുന്നേരം 3 പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ ഒന്നും അവനെ ബാധിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഷെയ്ഖ്, ആ ഷെയ്ഖിന്റെ ഒരു കൈ ഇങ്ങനെ തളർന്നിങ്ങനെ കിടക്കുന്നു. വിദ്യാർത്ഥി ചോദിച്ചു, അല്ല ഉസ്താദേ, നിങ്ങള് ഇത് പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾക്ക് എന്ത് ഈ കൈ ഇങ്ങനെ തളർന്നു പോയേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു കൊടുത്ത മറുപടി എന്നറിയാം, ആ കൈ തളർന്ന ദിവസം ഞാൻ ദുആ പ്രാർത്ഥിച്ചിട്ടില്ല. ആ കൈ തളർന്ന ദിവസം ഞാൻ ആ ദുആ പ്രാർത്ഥിച്ചിട്ടില്ല. നോക്കിയേ, പഠിച്ചവരും അറിഞ്ഞവരും ഓരോ പ്രാർത്ഥനയോട് എടുക്കുന്ന സമീപനങ്ങൾ എങ്ങനെയാണ്. നമ്മളൊക്കെ എങ്ങനെയാ പ്രാർത്ഥിക്കണേ? മനസ്സറിഞ്ഞ് അതിന്റെ പ്രതിഫലത്തെ മനസ്സിലാക്കി അതിന്റെ ഗുണത്തെ തിരിച്ചറിഞ്ഞ് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുക. രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ പറഞ്ഞ ദുആകളുടെ ആ ദുആ മാത്രമല്ല, അതിൽ പറഞ്ഞ ഓരോ ഗുണങ്ങളുണ്ട്. അതൊക്കെ നിങ്ങളിങ്ങനെ എടുത്ത് വച്ച് അതൊക്കെ ഒന്ന് പഠിച്ച് അത് ചൊല്ലുമ്പോ അതൊക്കെ ഓർത്ത് ഇനി എന്നെ ഒരാളും തൊടാൻ പറ്റൂല. കാരണം എനിക്ക് സംരക്ഷണം നൽകിയത് എന്റെ റബ്ബാണ്. മൻ സല്ല സുബ്ഹ, ആരെങ്കിലും സുബ്ഹി ജമാഅത്തായി നിസ്കരിച്ചാലോ ഫഹുവ ഫീ ദിമത്തില്ല, അവൻ അള്ളാന്റെ സംരക്ഷണത്തിലാണ്. പിന്നെ അവനെ പേടി ഉണ്ടാവാ, അവനെ അങ്ങനെ ഭയപ്പെടുത്താൻ പറ്റാം, അവൻ ആർക്കാ ഉള്ളിൽ, മനസ്സിന്റെ ഉള്ളിൽ അവനെ അങ്ങനെ തളർത്താൻ പറ്റാം? ഒരാളെ കൊണ്ടും സാധ്യമല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ കാര്യങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായി മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് കൃത്യമായൊരു ബോധമുണ്ടായിരിക്കണം. വിശ്വാസി എന്ന് പറഞ്ഞാൽ അവനെ തളർത്താൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല എന്നുള്ളതാണ്. അവനെ തളർത്താൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലായിടത്തും, അല്ലെ, തൗഹീദ്, ആ തൗഹീദ് എന്താണ്, തൗഹീദിലൂടെ നിർഭയത്വം എന്ന പ്രമേയത്തിൽ, നിർഭയത്വം തൗഹീദിലൂടെ എന്ന പ്രമേയം അവതരിപ്പിക്കുന്നു. എല്ലായിടത്തും തൗഹീദ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങൾ. അതിന്റെ ഭാഗമായി ഇൻഷാ അല്ലാഹ് കുന്നുംകുളം മണ്ഡല പൊതുസമ്മേളനം ഇൻഷാ അല്ലാഹ് വരുന്ന വെള്ളിയാഴ്ച മെയ് 8-നാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മളൊക്കെ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണം. എന്താ കാരണം, തൗഹീദ് ഒരുപക്ഷെ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. ചിലപ്പോ 2 വാചകം എഴുതി ഒരു പേപ്പറിൽ എഴുതി ഒരു ലേഖനമാക്കി പ്രചരിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. അതല്ലെങ്കിൽ അതുമായി സാമ്പത്തികമായി സഹായിക്കുന്നിടത്തും നമ്മൾ ചിലപ്പോൾ ദുർബലരായിരിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, അവിടെ ഒരുക്കുന്ന കസേരകളിൽ ഞാനും തൗഹീദിന്റെ വക്താവാണ് എന്ന് ഉറപ്പിച്ച് അവിടെ പോയി ഒന്ന് ഇരിക്കുക എന്നത്, അത് തൗഹീദിനോടുള്ള സ്നേഹമാണ്, തൗഹീദിനോടുള്ള ഇഷ്ടമാണ്. തൗഹീദ് അത് ജനങ്ങൾക്കുള്ള രക്ഷയാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം, ഒരു നിലപാടാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് ആ വിഷയത്തിലൊക്കെ ഒരു ശ്രദ്ധ നമ്മെ സംബന്ധിച്ചിടത്തോളം വേണം. തൗഹീദ് ഉണ്ടെങ്കിലല്ല ഒരാൾക്കും നിങ്ങളെ ഒരു നിലക്കും ഭയപ്പെടുത്താൻ പറ്റും. അല്ലെ, ജാറങ്ങളിലും മക്ബറകളിലും
മക്ബറകളിലും ഒക്കെ പോയി പലതും തേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു ജാറത്തിൽ പോയി അവിടെ നിന്നൊന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ പറയുന്നത് അന്ന് അപ്പുറത്തൊന്ന് പോയോ, അപ്പുറത്തും പോയോ കിട്ടുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്പുറത്തൊന്ന് പോയോ. അജ്മീറിലും മുത്തുപ്പേട്ടയിലും ഒക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്ന സഹോദരങ്ങളെ, ഒരു സമാധാനില്ല. തന്റെ മകന്റെ കയ്യിൽ കെട്ടിയ ചരടൊന്ന് പൊട്ടിയാൽ പേടിയാവും മാക്ക്. എന്തിനാ പേടി? ഇതിനെ പേടി കഴിഞ്ഞു. ഇപ്പൊ എന്റെ മോനെല്ലാം സംഭവിക്കുന്നതാണ്, എല്ലാം സംഭവിക്കുന്നു. ഇതാണ് തൗഹീദ് നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന ഭീതി എന്ന് പറയുന്നത്. ആനങ്ങനെ കുത്താൻ ഒരു ബദരീങ്ങളെന്ന് വിളിക്കുന്ന മുസ്ലിം സമൂഹം. ഫലസ്തീനിലെ മക്കള് അവര് പറയാ ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ. ഉമ്മാന്റെ ഉപ്പാന്റെ അല്ലെ ജീവനറ്റ ശരീരത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവര് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമാണ് ഹസ്ബി അല്ലാഹ്, എന്റെ അല്ലാഹ് മതി, അവനാണ് വരമേൽപ്പിക്കാൻ ഉദാത്തമായിട്ടുള്ളവനെന്ന് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ ആ പ്രഖ്യാപനമാണ് തൗഹീദിലൂടെ ഒരു മനുഷ്യനെ ആത്യന്തികമായി പ്രഖ്യാപിക്കാൻ സാധിക്കുക. അത് പഠിക്കണം, അത് മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു നമ്മുടെ ഉളഹിയത്തിന്റെ ഷെയറിന്റെ രൂപ എന്ന് പറയുന്നത് 10,000 ആണ്. നേരത്തെ പറഞ്ഞു ഒരു ഷെയറിന് 10,000. ഒരാൾക്ക് ചിലപ്പോൾ 3 ഷെയർ കൊടുക്കാൻ പറ്റും, അയാൾ 3 ഷെയർ തന്നെ എടുക്കുക അല്ലെ, ബാക്കിയുള്ളത് എന്ത് ചെയ്താൽ മതി? ആളുകൾ വീതിച്ചാൽ മതിയാകുന്നതാണ്. സഹോദരൻ, ആ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കുക. കഴിവുള്ളവർ ഒരെണ്ണം തന്നെ അറുക്കാൻ ശ്രദ്ധിക്കുക. ഒരു ആടിനെ അറക്കാം, ഒരാൾക്ക് ഒരു പോത്തിനെ അറക്കാം. അപ്പോൾ കഴിവുള്ളവർ ഒരെണ്ണം തന്നെ അറക്കാം. കഴിവില്ലാത്തവർക്കാണ് ഈ ഷെയർ എന്ന നിബന്ധനയുള്ളത്. ചിലരൊക്കെ ഇങ്ങനെ പാഞ്ഞു നടന്നു കൊടുക്കണം. അവിടെ ഒരു ഷെയർ, ഇവിടെ ഒരു ഷെയർ, അപ്പുറത്തൊരു ഷെയർ. എന്തിനാന്നറിയോ? ആൾക്കാർ ഇപ്പൊ ഇങ്ങനെ പരാതി പറയാതിരിക്കാൻ വേണ്ടി അവിടെ എല്ലായിടത്തും കൊടുത്തില്ലേ ശരിയാവൂലല്ലോ. അവന് ഒരെണ്ണത്തിന് അറക്കാൻ കഴിവുണ്ട്, എന്നിട്ട് അവരിങ്ങനെ പാഞ്ഞു കൊടുക്കണം. അവിടെ ഇവിടെ 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 എല്ലാവരും ഏതുപോലെ ചില സാമൂഹിക സേവകരെ പോലെ എല്ലാവരും ഒന്ന് എന്തുണ്ട് ഒന്ന് മനസ്സിലാക്കണ്ടേ, എല്ലാവരും ഒക്കെ ഒന്ന് എന്താണ് മയപ്പെടുത്തി നിർത്തണ്ടേ. ഇങ്ങനെ വിചാരിക്കുന്ന അവസ്ഥയാണ്. സഹോദരങ്ങൾ, അള്ളാന്റെ മുമ്പിൽ പറഞ്ഞാൽ മതി, അള്ളാന്റെ മുമ്പിൽ പറഞ്ഞു റബ്ബിനെ ബോധ്യപ്പെടുത്തിയാൽ മതി. എല്ലാവരും ബോധ്യപ്പെടുത്തണ്ട. മനുഷ്യന്മാരുടെ തൃപ്തിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട, അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ. പറയുന്ന വാക്കാണെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിലും അള്ളാഹുവിന്റെ തൃപ്തിക്കായിരിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ നമ്മളെയൊക്കെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നരകത്തിന്റെ കത്തിയാളുന്ന തീയിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു ആരോഗ്യവും ആയുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. തൗഹീദ് അനുസരിച്ച് ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.